സമരം നയിക്കാൻ പോലും നേതൃത്വമില്ലാതെ യൂത്ത് കോൺഗ്രസ്. പുതിയ അധ്യക്ഷനെ ചൊല്ലി ഗ്രൂപ്പുകൾ സജീവമാവുന്നതിനിടെ സാധ്യത 3 പേരിലേക്കെത്തി. വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി, OJ ജനീഷ്, സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള KM അഭിജിത്ത് എന്നീ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെ DYFI വഴിയിൽ തടഞ്ഞപ്പോൾ അതിനെതിരെ സംസ്ഥാന തലത്തിൽ പ്രതിഷേധിക്കാനോ എന്തിന് സംഘടനയുടെ പേരിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാനോ പോലും യൂത്ത് കോൺഗ്രസിനായില്ല. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിലാകട്ടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര് പ്രകടമാകുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല വിഭാഗത്തിലെ പ്രവർത്തകരും കുറച്ച് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും മാത്രമാണ് മാർച്ചിൽ അണിനിരന്നത്. ഇതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടിക 3 ചുരുങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ 1,80,000 വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി, 19,000 വോട്ടുകൾ നേടിയ ഉപാധ്യക്ഷൻ OJ ജനീഷ്, സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള A ഗ്രൂപ്പ് നോമിനി KM അഭിജിത്ത്, ഇവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല പക്ഷം പിടിമുറുക്കുമ്പോൾ KC വിഭാഗവും ഷാഫി പറമ്പിലുമാണ് ജനീഷിനായി രംഗത്തുള്ളത്. KPCC അധ്യക്ഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ്. മഹിളാ കോൺഗ്രസ്, KSU സംഘടനകളുടെ തലപ്പത്തും മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി അബിൻ വർക്കി വന്നാൽ സാമുദായിക സന്തുലനം തെറ്റുമെന്നാണ് മറ്റു ഗ്രൂപ്പുകളുടെ വാദം. എന്നാൽ സംഘടനാ ചട്ടം പാലിക്കണമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആവശ്യം. KC വിഭാഗം ആദ്യം പരിഗണിച്ചിരുന്ന ബിനു ചുള്ളിയലിന് പ്രായപരിധി ആദ്യ തിരിച്ചടിയായി. ബിനു വന്നാൽ രാജി സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങുമെന്നതും മറ്റൊരു ഉപാധ്യക്ഷനായ OJ ജനീഷിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. KC ഗ്രൂപ്പുകാരനായ OJ ജനീഷിനു വേണ്ടി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ചരടുവലി ശക്തമാക്കിയിട്ടുള്ളത്. സംഘടനയ്ക്കകത്തു നിന്നുള്ള അബിനും ജനീഷും വന്നാലും രാജിയുണ്ടാകുമെന്ന് ഓരോ ഗ്രൂപ്പുകളും പറയുന്ന ഘട്ടത്തിലാണ് സമവായമെന്ന നിലയിൽ സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള KM അഭിജിത്തിനെ A ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സംഘടനയ്ക്ക് പുറത്തുനിന്ന് അധ്യക്ഷനെ കൊണ്ടുവന്നാലും രാജിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം ഉറപ്പിക്കുന്നു. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിലും അധ്യക്ഷ പദവിയിൽ ഒരു നേതാവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസും UDFും രംഗത്തിറങ്ങുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസിന് ആ സമരം നയിക്കാൻ, പട നയിക്കാൻ ഒരാളില്ലാതെ പോകുന്നത്. ജാതി, മത, സാമുദായിക സന്തുലനാവസ്ഥയൊക്കെ നോക്കി എന്ന് പ്രഖ്യാപിക്കാനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.